ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൾഡ് വാർ ശീതസമര കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇനി നമുക്കതെടുക്കാനുള്ള ഭാഗമാണ് ദ മിലിറ്ററി ഫീച്ചേഴ്സ് ഓഫ് കോൾഡ് വാർ, ശീതസമരത്തിൻ്റെ സൈനിക സവിശേഷതകൾ. കോൾഡ് വാർ ഹാസ് സം മിലിറ്ററി ഫീച്ചേഴ്സ്. ബീങ് ന്യൂക്ലിയർ പവേഴ്സ്, both America and Soviet Union realized the fact that a war between them would lead to their total destruction. So, even if there were provocations, they were not ready to wage a direct war. They knew that the political advantages from war would not justify the total destruction of their own society. The superpowers were not prepared to sacrifice their country and people for political advantage. The two powers realized that in a nuclear war there would be no winners and losers because it would destroy humanity as a whole. Even if one of them tries to attack and disable the nuclear weapons of its rival, the other would be left with enough nuclear weapons to inflict heavy destruction. This is called nuclear deterrence. The concept of nuclear deterrence is based on the belief that countries who have nuclear weapons will not go to war. Thus, the Cold War remained a cold and not hot or shooting war. The nuclear deterrence could prevent the war, but it could not bring an end to the rivalry between countries. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശീതസമരത്തിൻ്റെ സൈനിക സവിശേഷതകളാണ്. മിലിറ്ററി ഫീച്ചേഴ്സ് ഓഫ് കോൾഡ് വാർ. അതായത് ശീതസമരത്തിന് സൈനികമായ ചില സവിശേഷതകളുണ്ട്. ആണവരാജ്യങ്ങളായ ആണവശേഷി ആർജിച്ച രണ്ട് പ്രബല രാജ്യങ്ങളാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇരു രാജ്യങ്ങളുടെയും സർവനാശത്തിലാണത് അവസാനിക്കുകയെന്ന് ഇരു രാജ്യങ്ങൾക്കും പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും അവർ യുദ്ധത്തിന് തയ്യാറായില്ല. അതായത് യുദ്ധത്തിലൂടെ കൈവരിക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ സ്വന്തം സമൂഹത്തിൻ്റെ നാശത്തെ സാധൂകരിക്കുകയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ നാടിനെയും ജനതയെയും കുരുതി കൊടുക്കാൻ മഹാശക്തികൾ തയ്യാറായില്ല. നമ്മൾ പറഞ്ഞു പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും അവർ ഒരു യുദ്ധത്തിന് തയ്യാറായില്ലെന്ന്. അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പഠിച്ച ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ഒരു യുദ്ധത്തിൻ്റെ വക്ക് വരെ എത്തിയൊരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇരു രാജ്യങ്ങളും അവർ മനസ്സിലാക്കുകയും സർവനാശം മനസ്സിലാക്കുകയും അങ്ങനെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആണവശേഷിയുടെ വിപത്തുകൾ ഇരു രാജ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണവയുദ്ധം മാനവരാശിയെ പൂർണ്ണമായി സംഹരിക്കുമെന്നും അതിൽ ജേതാക്കളോ പരാജിതരോ അവശേഷിക്കുകയില്ലെന്നും അവർ മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു വൻശക്തി അതിൻ്റെ പ്രതിയോഗിയെ ആക്രമിക്കുകയും ആണവായുധങ്ങൾ നിർവീര്യമാക്കുകയും ചെയ്താലും കനത്ത നാശം വരുത്തിവെക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ പ്രതിയോഗിയുടെ പക്കൽ അവശേഷിച്ചിട്ടുണ്ടാകും. ഈ തിരിച്ചറിവിനെയാണ് അണ്വായുധ നിഷ്ക്രിയീകരണം, ഡിറ്ററൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഡിറ്ററൻസ് അഥവാ അണ്വായുധ നിഷ്ക്രിയീകരണം? ആണവശേഷി ആർജിച്ച രാജ്യങ്ങൾ ഒരിക്കലും ഒരു പൂർണ്ണ യുദ്ധത്തിന് തയ്യാറല്ല. കാരണം എന്താ? ഏതെങ്കിലും ഒരു വൻശക്തി അതിൻ്റെ പ്രതിയോഗിയെ ആക്രമിക്കുകയും ആണവായുധങ്ങളൊക്കെ നിർവീര്യമാക്കുകയും ചെയ്താലും എന്തുണ്ടാകും? പ്രതിയോഗിയുടെ കയ്യിൽ കനത്ത നാശം വിതക്കാനുള്ള ശേഷിയുള്ള ആയുധങ്ങൾ വീണ്ടും അവശേഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആണവായുധം മാനവരാശിയെ പൂർണ്ണമായി സംഹരിക്കുമെന്നും അതിൽ വിജയികളോ പരാജയരോ അവശേഷിക്കുകയില്ലെന്നും ഉള്ള ഒരു തിരിച്ചറിവാണ് ആണവശേഷി ആർജിച്ച രാജ്യങ്ങൾ ഒരിക്കലും ഒരു പൂർണ്ണ യുദ്ധത്തിന് തയ്യാറല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. ഇതിനെയാണ് എന്ത് പറയുന്നത്? അണ്വായുധ നിഷ്ക്രിയീകരണമെന്ന് പറയുന്നത്. അപ്പോൾ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന് പോവുകയില്ല എന്നതാണ് ആണവായുധ നിഷ്ക്രിയീകരണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന യുക്തി. ശീതസമരം ഉഷ്ണയുദ്ധമായി മാറാതെ ശീതാവസ്ഥയിൽ തന്നെ നിലനിൽക്കാനുള്ള കാരണം ഈ തിരിച്ചറിവാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ദ എമർജൻസ് ഓഫ് ടു പവർ ബ്ലോക്സ്, രണ്ട് ശാക്തിക ചേരികളുടെ
ആവിർഭാവം. The emergence of two power blocs. It was already mentioned that after the Second World War, America and Soviet Union emerged as two superpowers. Both these powers tried to extend their influence in different parts of the world. The small countries which joined either of the power blocs used their relation with the superpowers for their own benefit. Soon, most of the countries of the world were divided into two power blocs under the leadership of America and Soviet Union. This division first appeared in Europe. Most of the countries of Western Europe joined the American bloc. The Eastern European countries, on the other hand, joined the Soviet Union. Hence, these power blocs came to known as Western Alliance and Eastern Alliance. Arnold Toynbee therefore described the modern world politics as bipolar politics. The emergence of two power blocs. രണ്ട് ശാക്തിക ചേരികളുടെ ആവിർഭാവം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും പരസ്പരം ശത്രുക്കളായി മാറിയെന്നും രണ്ട് മഹാശക്തികളായി ഉയർന്നു വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ സ്വാധീന മേഖലകൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഇരു ശക്തികളും പരിശ്രമിച്ചു. അതായത് മറ്റു രാഷ്ട്രങ്ങളെ തങ്ങളുടെ സംരക്ഷണ വലയത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി, തങ്ങളുടെ കീഴിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗവും ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ ശാക്തിക ചേരികളോടൊപ്പം ചേർന്ന് ചെറിയ ചെറിയ രാജ്യങ്ങളെ വൻ ശക്തികളുമായുള്ള ബന്ധം അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. അതായത് അയൽ രാജ്യങ്ങളുമായിട്ട് പോരാടിയിരുന്ന അവർക്ക്, ഈ ചെറിയ രാജ്യങ്ങൾക്ക് വൻ ശക്തികളുടെ സംരക്ഷണവും ആയുധങ്ങളും സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾ രണ്ട് ശാക്തിക ചേരികളായി മാറി. ഈ ചേരിതിരിവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് യൂറോപ്പിലാണ്. പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളും അമേരിക്കയുടെ പക്ഷം ചേർന്നു. കിഴക്കൻ യൂറോപ്പിൻ്റെ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ കൂടെയും നിലകൊണ്ടു. അതിനാൽ ഈ ശാക്തിക ചേരികളെ പാശ്ചാത്യ സഖ്യമെന്നും പൗരസ്ത്യ സഖ്യമെന്നും അറിയപ്പെട്ടു. അമേരിക്കയ്ക്ക് കീഴിലുള്ളതാണ് പാശ്ചാത്യ സഖ്യം, സോവിയറ്റ് യൂണിയന് കീഴിലുള്ളതാണ് പൗരസ്ത്യ സഖ്യം. ഈ രണ്ട് ശാക്തിക ചേരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുതിയ ലോക രാഷ്ട്രീയത്തെ ആർണോൾഡ് ടോയിൻബി ഇരുധ്രുവ രാഷ്ട്രീയം, ബൈപോളാർ പൊളിറ്റിക്സ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഇരുധ്രുവ രാഷ്ട്രീയം, ബൈപോളാർ പൊളിറ്റിക്സ് എന്ന് വിശേഷിപ്പിച്ചത് ആർണോൾഡ് ടോയിൻബിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മിലിറ്ററി അലയൻസസ്, സൈനിക സഖ്യങ്ങൾ. മിലിറ്ററി അലയൻസ് എന്താണെന്ന് നോക്കാം. ദി കോൾഡ് വാർ ബിറ്റ്വീൻ two power blocs led to the formation of military alliances. America took initiative in forming military alliance against the Soviet bloc. Likewise, Soviet Union also formed military alliance against the capitalist bloc of America. അപ്പോൾ ശാക്തിക ചേരികൾ തമ്മിലുള്ള ശീതസമരം സൈനിക ചേരികളുടെയും സഖ്യങ്ങളുടെയും രൂപീകരണത്തിന് വഴിവെച്ചു. അപ്പോൾ സോവിയറ്റ് ചേരിക്കെതിരെ സൈനിക സഖ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് അമേരിക്ക നേതൃത്വമേകി. അതേപോലെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിക്കെതിരെ സോവിയറ്റ് യൂണിയനും സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. നമുക്ക് ഇരു വിഭാഗങ്ങളുടെയും കീഴിലുള്ള സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ നിയന്ത്രിത സൈനിക സഖ്യങ്ങളുണ്ട്, സോവിയറ്റ് നിയന്ത്രിത സൈനിക സഖ്യങ്ങളുണ്ട്. അപ്പോൾ മിലിറ്ററി അലയൻസ് അണ്ടർ അമേരിക്കൻ കൺട്രോൾ, അമേരിക്ക ഓർ US. അപ്പം അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാറ്റോ, സിയാറ്റോ, സെൻറ്റോ, ഇവ മൂന്നുമാണ് അമേരിക്കൻ നിയന്ത്രിത സൈനിക സഖ്യങ്ങൾ. മിലിറ്ററി അലയൻസ് അണ്ടർ US കൺട്രോൾ, നാറ്റോ, സിയാറ്റോ, സെൻറ്റോ. ഈ നാറ്റോ സിയാറ്റോ ഒക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. നാറ്റോ, NATO അതിൻ്റെ ഫുൾ ഫോമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഫുൾ ഫോം ഓർത്ത് വെക്കുക. അപ്പോൾ നാറ്റോ എന്താണെന്ന് നോക്കാം. നാറ്റോ ഈസ് എ മിലിറ്ററി അലയൻസ് ഫോംഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് വെസ്റ്റേൺ യൂറോപ്പ്.
It came into existence in April 1945. It was an association of 12 countries. It declared that armed attack on any one of them in Europe or North America would be regarded as an attack on all of them. All members were obliged to help each other. അപ്പോൾ നാറ്റോ നോക്കാം. അമേരിക്കൻ നിയന്ത്രിത സൈനിക സഖ്യമാണ് നാറ്റോ, NATO. നാറ്റോ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ സുരക്ഷിതത്വത്തിനായി രൂപീകരിക്കപ്പെട്ട സൈനിക സംഘടനയാണ് നാറ്റോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക ഫുൾ ഫോം. 1949 ഏപ്രിലാണ് നാറ്റോ രൂപീകരിക്കുന്നത്. അതായത് 12 രാജ്യങ്ങളുടെ ഒരു സൈനിക സംഘടനയായിരുന്നു അത്. അംഗരാജ്യങ്ങൾക്കെതിരെയോ വടക്കേ അമേരിക്കക്കെതിരെയോ ഉണ്ടാകുന്ന സൈനിക ആക്രമണത്തെ എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി പരിഗണിക്കുമെന്ന് നാറ്റോ പ്രഖ്യാപിച്ചു. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആയിരുന്നു. നെക്സ്റ്റ്, സിയാറ്റോ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, SEATO, സിയാറ്റോ. Seattle was an alliance formed by America to contain the influence of Soviet Union and communism in Southeast Asia and the neighboring Pacific regions. The acceptance of communism in Southeast Asian countries forced America to form such an organization. Seattle was formed in Manila with headquarters at Bangkok in September 1954. ഇപ്പോൾ സിയാറ്റോ എന്താണെന്ന് നോക്കാം. സിയാറ്റോയുടെ ഫുൾ ഫോം ഓർത്ത് വെക്കുക, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ സിയാറ്റോ എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ ഏഷ്യയിലും സമീപത്തെ പസഫിക് പ്രദേശങ്ങളിലും സോവിയറ്റ് യൂണിയൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും സ്വാധീനം വ്യാപിക്കുന്നത് തടയുന്നതിനായി അമേരിക്ക രൂപീകരിച്ച സഖ്യമാണ് സിയാറ്റോ. തെക്ക് കിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസത്തിനുണ്ടായ മുന്നേറ്റമാണ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. 1954 സെപ്റ്റംബറിൽ മനിലയിൽ വെച്ചാണ് രൂപീകരിക്കുന്നത്. ആസ്ഥാനം ബാങ്കോക്ക്. നെക്സ്റ്റ്, സെൻറ്റോ, CENTO, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അമേരിക്ക ഫോംഡ് ആൻഡ് anti-Soviet alliance in West Asia also. It was known as Central Treaty Organization, that is CENTO. Its headquarters was at Ankara. അടുത്ത അമേരിക്കൻ നിയന്ത്രിത സൈനിക സഖ്യമാണ് സെൻറ്റോ. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനാണ് കേട്ടോ. ഫുൾ ഫോം CENTO. അപ്പോൾ പശ്ചിമേഷ്യയിലും ഒരു സോവിയറ്റ് വിരുദ്ധ സൈനിക സഖ്യത്തിന് അമേരിക്ക രൂപം നൽകി. അതാണ് സെൻറ്റോ. സെൻറ്റോയുടെ ആസ്ഥാനമാണ് അങ്കാറ. അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നും അമേരിക്കൻ നിയന്ത്രിത സൈനിക സഖ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങൾ സോവിയറ്റ് നേതാക്കളെ പരിഭ്രാന്തരാക്കി. പാശ്ചാത്യ ശക്തികളുടെ സൈനിക സഖ്യങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഇവരും ചില സൈനിക സഖ്യങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടികളൊക്കെ രൂപം നൽകി. അപ്പോൾ സോവിയറ്റ് നിയന്ത്രിത സൈനിക സഖ്യം അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക സഖ്യങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സോവിയറ്റ് യൂണിയൻ രൂപം നൽകിയതാണ് വാഴ്സോ പാക്റ്റ്, വാഴ്സോ ഉടമ്പടി. 1955 വാഴ്സോ ഉടമ്പടി രൂപീകരിക്കുന്നത്. ഈ സഖ്യത്തിൻ്റെ ആസ്ഥാനം മോസ്കോ ആയിരുന്നു. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിൽ സെൻറ്റോ സ്ഥാപിക്കപ്പെട്ടപ്പോൾ പ്രാദേശിക രാജ്യങ്ങളായ ഉത്തര വിയറ്റ്നാം, ദക്ഷിണ കൊറിയ, ഇറാഖ് എന്നിവയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനും ചൈനയും പ്രതികരിച്ചു. അപ്പോൾ ഇത്രയാണ് സൈനിക സഖ്യങ്ങൾ. 3 അമേരിക്കയുടേതും 1 സോവിയറ്റ് യൂണിയൻ്റേതും. അമേരിക്ക നിയന്ത്രിത സൈനിക സഖ്യങ്ങളാണ് നാറ്റോ, സിയാറ്റോ, സെൻറ്റോ. സോവിയറ്റ് നിയന്ത്രിത സൈനിക സഖ്യമാണ് വാഴ്സോ പാക്റ്റ് അഥവാ വാഴ്സോ ഉടമ്പടി. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ വൻ ശക്തികൾ അവർക്ക് ആണവായുധങ്ങളും കരുത്തുറ്റ സ്ഥിര സൈന്യവും ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും മുൻപന്തിൽ നിൽക്കുന്ന വികസിത മേഖലയിൽ എത്തി നിൽക്കുന്ന 2 പ്രബല രാജ്യങ്ങളായിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും. എന്നിട്ടും ഇത്രമാത്രം കരുത്താർജിച്ച ആണവായുധങ്ങളും
സൈന്യമൊക്കെ ഉണ്ടായിരുന്ന ഈ വൻശക്തികൾ എന്തുകൊണ്ടാണ് ചെറിയ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടിരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ചെറിയ രാജ്യങ്ങളെയൊക്കെ അവരുടെ കീഴിലായിട്ട് നിലനിർത്തിയിരുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. വൈ ഡിഡ് ദ സൂപ്പർ പവേഴ്സ് മേക്ക് അലയൻസസ് വിത്ത് സ്മോൾ കൺട്രീസ്? The small countries are used to the superpowers in many ways. First one, small states were enriched with necessary resources like oil and minerals. Alliances with them helped the superpowers in gaining access to these resources. Second one, the smaller states were useful for the superpowers in gaining territory from where they could launch their weapons and troops. Third one, the superpowers could gain access to locations from where they could spy on each other. Fourth one, the smaller states could provide economic support to the superpowers to meet their military expenses. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ആണവായുധങ്ങളും കരുത്തിട്ട സ്ഥിര സൈന്യമൊക്കെ ഉണ്ടായിട്ടും വൻ ശക്തികളായ അമേരിക്കയും സോവിയറ്റ് യൂണിയനും സഖ്യങ്ങളൊക്കെ രൂപീകരിച്ചിരുന്നു. അവരുടെ കീഴിൽ ഒരുപാട് ചെറിയ രാജ്യങ്ങളെ നിലനിർത്തിയിരുന്നു. അപ്പോൾ ഇവർക്ക് ഇത്രമാത്രം കരുത്തുറ്റ സൈന്യവും ആണവായുധങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ചെറിയ രാജ്യങ്ങളെ തങ്ങളുടെ കീഴിൽ നിലനിർത്തിയിരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ചെറിയ രാജ്യങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കിയിരുന്നത്? അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: ഒന്ന്, ചെറിയ രാജ്യങ്ങൾ എണ്ണ, ധാതുക്കൾ, അസംസ്കൃത പദാർത്ഥങ്ങൾ തുടങ്ങിയ അവശ്യ വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു. അപ്പോൾ ഇവ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ രാജ്യങ്ങളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിരുന്നത്. മറ്റൊന്നാണ്, തങ്ങളുടെ ആയുധ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രദേശങ്ങളായിട്ട് ഈ ചെറിയ രാജ്യങ്ങളെ വൻശക്തികൾ ഉപയോഗപ്പെടുത്തി. അതേപോലെ മറ്റൊന്നാണ്, ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി, ചാരപ്രവർത്തനം നടത്തുന്നതിനുള്ള കേന്ദ്രങ്ങളായിട്ട് ഈ ചെറിയ രാജ്യങ്ങളെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. മറ്റൊന്നാണ്, സാമ്പത്തിക പിന്തുണ ലഭിക്കുന്നതിന് ചെറു രാജ്യങ്ങളെ വൻശക്തികൾ ഉപയോഗപ്രദമാക്കിയിരുന്നു. അതായത് തങ്ങളുടെ സൈനിക ചെലവുകൾ ഈ ചെറു രാജ്യങ്ങളിൽ നിന്നാണ് അവർ സ്വരൂപിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ചെറിയ രാജ്യങ്ങളെ വൻശക്തികൾ അവരുടെ കീഴിലാക്കി നിലനിർത്തിയിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സൈനിക സഖ്യങ്ങൾ, അമേരിക്കൻ നിയന്ത്രിത സൈനിക സഖ്യങ്ങളും സോവിയറ്റ് നിയന്ത്രിത സൈനിക സഖ്യങ്ങളൊക്കെ ഏതാണെന്നും അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.